എല്ലാവർക്കും നമസ്കാരം. മനുഷ്യനാണ് ദൈവത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒളിച്ചിരുന്നത്, ദൈവമല്ല. ഞാനീ പറഞ്ഞു വരുന്നത് ഉൽപ്പത്തി ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യത്തിലെ ഒരു വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ്. ആ വാക്യത്തിൽ ഇങ്ങനെയാണ്: വെയിലാറിയ സമയത്ത് ദൈവം തോട്ടത്തിലൂടെ നടക്കുന്ന ശബ്ദം കേട്ടിട്ട് മനുഷ്യൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ പോയി ഒളിച്ചു എന്നാണ് ആ വാക്യത്തിൽ പറഞ്ഞു വരുന്നത്. ഞാനീ പറഞ്ഞ കാര്യവും വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലായി കാണും. എന്നാൽ വിശ്വാസികളല്ലാത്തവർക്ക്, ബൈബിളുമായി ബന്ധമില്ലാത്ത ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ പശ്ചാത്തലം ഞാനിന്ന് വിവരിക്കും. ഉൽപ്പത്തി പുസ്തകം ഉൽപ്പത്തിയെക്കുറിച്ചാണല്ലോ. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, മനുഷ്യൻ്റെ ഉൽപ്പത്തി. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നു, ജീവജന്തുക്കളെ സൃഷ്ടിക്കുന്നു, ചന്ദ്രനെ സൃഷ്ടിക്കുന്നു, സൂര്യനെ സൃഷ്ടിക്കുന്നു, അവസാനം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചതായിട്ടാണ് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം മനുഷ്യനൊരു തക്ക തുണയെ കൊടുക്കണമെന്ന് ദൈവത്തിന് തോന്നുന്നു. അങ്ങനെ മനുഷ്യന് ഒരു തക്ക തുണയെ കൊടുക്കുന്നു. ആ മനുഷ്യൻ്റെ പേരാണ് ആദം. മനുഷ്യന് കൊടുക്കുന്ന തുണയുടെ പേരാണ് ഹവ്വ. അങ്ങനെ ഇവരെ ദൈവം ഒരു തോട്ടത്തിലാക്കുന്നു, മനോഹരമായൊരു തോട്ടത്തിലാക്കുന്നു. ആ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനുമായിട്ടാണ് അവരെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഇത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലാണ് ഇത് പറയുന്നത്. ആ 2-ാം അധ്യായത്തിൽ പറയുന്നു, ആ തോട്ടത്തിൻ്റെ നടുക്കായിട്ട് 2 വൃക്ഷങ്ങൾ ദൈവം മുളപ്പിക്കുന്നു. ഒന്ന് ജീവൻ്റെ വൃക്ഷവും, രണ്ടാമത് നന്മ-തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലവും ദൈവം മുളപ്പിക്കുന്നു. എന്നിട്ട് ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാ വൃക്ഷഫലവും തിന്നാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന നന്മ-തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ഇങ്ങനെ ഒരു കൽപ്പന അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഈ 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം സൃഷ്ടിച്ച കാട്ടുജന്തുക്കളിൽ വെച്ച് ഏറ്റവും കൗശലമേറിയ പാമ്പ് അവരടുക്കൽ വന്നിട്ട് ഹവ്വയോട് ചോദിക്കുകയാണ്, നിങ്ങളോട് ഈ നന്മ-തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഹവ്വ ഇങ്ങനെ പറയുന്നു, ഞങ്ങളോട് തിന്നരുത് എന്ന്, ഇതിൽ തൊടുകയും അരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന് ഹവ്വ ഉത്തരം പറയുന്നു. അപ്പോൾ ഈ പാമ്പ് ഒരു വഞ്ചന ഇവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവരെ വഞ്ചിക്കുകയാണ്. അതിങ്ങനെയാണ് ഈ പാമ്പ് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇങ്ങനെയാണ്: നിങ്ങൾ ഈ വൃക്ഷഫലം നിങ്ങളോട് തിന്നരുത് എന്ന് ദൈവം പറയാനുള്ള കാരണം, തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരും. അതുകൊണ്ടാണ് നിങ്ങളോട് ദൈവം തിന്നരുത് എന്ന് പറഞ്ഞത്. സ്ത്രീ ഈ വൃക്ഷഫലം കാണാൻ നല്ല ഭംഗിയുള്ളതും ഭക്ഷിപ്പാൻ യോഗ്യം എന്ന് വിചാരിച്ച് അവളിത് കഴിക്കുകയും പുരുഷന് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ 2 പേരും ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് നഗ്നത അനുഭവപ്പെടുകയുമാണ്. ഞങ്ങൾ നഗ്നരാണെന്ന് തോന്നുകയാണ് അവർക്ക് ചെയ്യുന്നത്. അതുവരെ അവർക്ക് നഗ്നത അനുഭവപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ ദൈവത്തോട് ഈ അനുസരണക്കേട് കാണിച്ചപ്പോൾ അവർക്ക് നഗ്നത അനുഭവപ്പെടുകയാണ്. അങ്ങനെ വെയിലാറിയ സമയത്ത് ദൈവം വരുമ്പോൾ ഇവർ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്ന ആ വചനത്തിൻ്റെ പശ്ചാത്തലം. പ്രിയമുള്ളവരെ, ആ കഥ തുടരുകയാണ്. ഈ സംഭവത്തിൻ്റെ ബാക്കി പത്രമാണ് ബൈബിളിൽ പിന്നീട് അങ്ങോട്ട് നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ. ദൈവം മനുഷ്യനുമായിട്ടുള്ള ബന്ധം. അങ്ങനെ ആ കഥ അവിടെ ഇങ്ങോട്ട് തീരുന്നു. ഇത് നമ്മളിൽ വന്ന് നിൽക്കുകയാണ്. ആ ദൈവത്തിന് മാറ്റമില്ല. ആ ദൈവം അന്ന് ആദത്തെയും ഹവ്വയെയും ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ആ ദൈവത്തിന് യാതൊരു മാറ്റവും. അവൻ എന്നേക്കും ദൈവമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ആദത്തിൻ്റെ സന്തതി പരമ്പരകളായ നമ്മൾ ഈ കഥയുമായി അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമ്മുടെ ജീവിതവും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിൽക്കും. എല്ലാ മനുഷ്യജാതിയും ഈ സംഭവവും ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ദൈവം മനുഷ്യനെ കൈവെടിയുന്നില്ല. അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ദൈവത്തെ കാണുമെന്ന് ആഗ്രഹമില്ലേ? ദൈവത്തെ
നമ്മളെ സൃഷ്ടിച്ച ആ ദൈവത്തെ കാണണമെന്ന് ആഗ്രഹമില്ലേ? ദൈവം പൂർണ്ണമായിട്ട് മനുഷ്യനെ തള്ളിക്കളയുന്നില്ല. നാം ബൈബിളിലേക്ക് വരുമ്പോൾ, സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ഈ വലിയവനായ ദൈവം, ഈ സകല പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം മനുഷ്യനെ തേടി ഭൂമിയിലേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ആണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവം മാറി നിൽക്കുന്നത്, ദൈവം മറഞ്ഞു നിൽക്കുന്നില്ല. ദൈവം വീണ്ടും മനുഷ്യനെ അവനോടുള്ള കൂട്ടായ്മ അനുഭവിക്കാനും അവനെ ആരാധിപ്പാനും അവനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുമായിട്ട് വീണ്ടും ദൈവം വരികയാണ്. അതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവുവാൻ അവൻ അധികാരം കൊടുത്തു. നമ്മൾക്കൊരു അധികാരം ലഭിക്കുകയാണ്, ദൈവമക്കൾ എന്നുള്ള അധികാരം. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരാളാണെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ അനുഭവിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തോട് ധൈര്യത്തോട് അടുത്തു വരുവാൻ തക്കവണ്ണം ദൈവം ഒരു പദ്ധതി ഒരുക്കുകയാണ്. അതാണ് ഈ അതാണ് നമ്മൾ ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നത്. ഈ നഗ്നരാണെന്ന് തോന്നിയ ആദമും ഹവയും അവരുടെ നഗ്നത മറയ്ക്കാനായിട്ട് സ്വയം ഒരു ശ്രമം അവിടെ നടത്തുന്നുണ്ട്. അവർ അത്തിയില തുന്നി തങ്ങളുടെ നഗ്നത മറയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത് ഫലവത്തായില്ല. അവരുടെ നഗ്നത മറയ്ക്കുവാൻ ദൈവം ഒരു പദ്ധതി അവർക്ക് അവിടെ കൊടുക്കുന്നുണ്ട്. ദൈവം ഒരു ആടിൻ്റെ തോലുകൊണ്ട് അവരെ നഗ്നത മറയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ദൈവം തന്നെ അവരെ ഉടുപ്പിച്ച് അവരെ ഈ പ്രതിസന്ധിയിൽ അവരെ സഹായിക്കുന്നുണ്ട്. ഇതുപോലെ ഈ കാലഘട്ടത്തിലും ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം, ദൈവത്തെ ധൈര്യത്തോടെ സമീപിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതിയാണ് സുവിശേഷങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. ആ പദ്ധതിയാണ് കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് നമ്മൾ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും അവനെ കൈക്കൊള്ളുകയും നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കർത്തൃത്വം അവന് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ദൈവമക്കളെന്ന ആ പദവിയിലേക്ക് കടന്നു വരുവാൻ കഴിയും. യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാവവും പോക്കി ശുദ്ധീകരിക്കുന്നുവെന്ന് യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങൾ ദൈവത്തെക്കുറിച്ച് അറിയില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്നാൽ ദൈവത്തിലേക്ക് അടുത്തു വരുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിലൂടെ നിങ്ങളോട് പറയുന്നത്. അവനെ കൈക്കൊള്ളുക, അവനെ കർത്താവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൈക്കൊള്ളുക. അവൻ്റെ നാമത്തിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കും. അവൻ്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ തേടിയിറങ്ങി, മനുഷ്യനെ അന്വേഷിച്ചിറങ്ങി വന്ന ദൈവമാണ്. സുവിശേഷങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്, ജോസഫ് ഗൃഹത്തിലെ ദാവീദ് ഗൃഹത്തിലെ ജോസഫ് എന്ന പുരുഷന് വിവാഹ നിശ്ചയം ചെയ്ത മറിയ എന്ന കന്യകയായ ആ സ്ത്രീയുടെ ഉദരത്തിൽ ഉരുവാകുകയും ബത്ലഹേമിൽ ജനിക്കപ്പെടുകയും ജനത്തിൻ്റെ ഇടയിൽ വിവിധ തരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്ത് അവസാനം കഷ്ടങ്ങളേറ്റ് ക്രൂശിൽ മരിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥനായി എന്ന് അവൻ ജീവിക്കുന്നു. യേശുവിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കർത്തൃത്വം കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ദൈവവുമായിട്ട്, ഈ മഹത്വവാനായ ദൈവവുമായിട്ട് നിങ്ങൾക്ക് വീണ്ടും സന്ധിക്കുവാനായിട്ട് സാധിക്കും.
അത് അത് അതിനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് അത് നമ്മൾ വിശ്വസിക്കുവാനും വീണ്ടും ദൈവത്തോട് അടുക്കുവാനും ദൈവത്തെ കാണുവാനും വേണ്ടിയാണ്. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്നു. ഒരു ദിവസം നമുക്ക് ദൈവത്തെ മുഖാമുഖമായി കാണുവാനായിട്ട് സാധിക്കും. ഞാനിത് പറയുമ്പോൾ ചിലർ വിശ്വസിച്ച ആളുകളുണ്ട്, ചിലർ വിശ്വാസികളുണ്ട്, വിശ്വാസികളല്ലാത്തവരുണ്ട്. വിശ്വാസികളായിട്ട് ഞാൻ പറയട്ടെ, ദൈവം ആഗ്രഹിക്കുന്നത് നാം അനുദിനവും അവനിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്ത് അവനോട് നന്ദിയുള്ളവരായി ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവമായാലും, കടലിൻ്റെ നടുക്ക് തിരയുയർന്നപ്പോൾ കാറ്റടിച്ചപ്പോൾ അവർ ഭയന്നത് പോലെ ആ സംഭവത്തിൽ നിന്നും കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോ നിമിഷവും നാം അവനിൽ ആശ്രയിച്ച് അവനിൽ വിശ്വസിച്ച് ബലപ്പെട്ട് ജീവിക്കണം എന്നുള്ളതാണ്. നാം അവനോട് അവിശ്വാസം കാണിച്ചാൽ കർത്താവൻ നമ്മളോട് ഇഷ്ടമല്ല, അത് കർത്താവ് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. പലപ്പോഴും തൻ്റെ ശിഷ്യന്മാരെ ശാസിക്കുന്നതായിട്ട് തോന്നും. നമുക്ക് നമ്മുടെ നിസ്സാരമായ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും കർത്താവിനെ വിശ്വസിച്ച് ജീവിക്കാൻ കഴിയും, വിശ്വസിക്കാതെയും ജീവിക്കാൻ കഴിയും. നമുക്കൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും നമുക്കിങ്ങനെ വിശ്വസിക്കാം, എൻ്റെ ദൈവം തന്ന ഭക്ഷണമാണിത്. ഈ ഭക്ഷണ പദാർത്ഥം എനിക്ക് എൻ്റെ ശരീരത്തിന് ആരോഗ്യത്തിന് കാരണമായി തീരും. അതുപോലെ നമുക്കൊരു ജോലി ചെയ്യുകയാണെങ്കിൽ ഈ ജോലി എൻ്റെ ദൈവം എനിക്ക് തന്നതാണ്. ഈ ജോലിയിൽ നന്നായിട്ട് ചെയ്യുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിക്കും. മറിച്ച് ഇത് കൂടാതെ നമ്മളിൽ തന്നെ ആശ്രയിച്ചും നമുക്ക് ഈ ജോലി ചെയ്യുവാനായിട്ട് സാധിക്കും. വിശ്വാസികളായിരിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, ഓരോ നിമിഷവും കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ വിശ്വാസികളല്ല എങ്കിൽ ആ ഏദൻ തോട്ടത്തിൽ വെച്ച് സംഭവിച്ച ആ വേർപാട് അത് മാറ്റുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ മാറ്റുവാനുള്ള ആഹ്വാനമാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ വാക്യത്തിലൂടെ. ഒരിക്കൽ കൂടി ആ വാക്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. അവനെ കേൾക്കേണ്ട, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവുവാൻ അവൻ അധികാരം കൊടുക്കും. നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക്, ദൈവത്തെ കണ്ടുമുട്ടുവാനുള്ള, ദൈവത്തെ ആരാധിക്കുവാനുള്ള ദൈവം മനുഷ്യൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന, ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതിയിലേക്ക് നിങ്ങൾ കടന്നു വരണം. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ യേശുവിൽ വിശ്വസിച്ചാൽ, അവനെ കർത്താവായി നിങ്ങൾ അംഗീകരിക്കുവാനും അവനെ പൂർണ്ണമായിട്ട് അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നഷ്ടപ്പെട്ടു നിങ്ങളുടെ ജീവിതത്തിൽ ഈ പൂർണ്ണമാനായ ദൈവത്തെ അനുഭവിച്ചറിയുവാനിടയായിത്തീരും. ഇത് കേട്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.